ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആയിട്ടുള്ള ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടീഷൻ വാല്യൂ ആണ്. ക്വാർട്ടൈൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചായിരുന്നു. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാർട്ടൈൽസ് Q1ഉം Q3യും ആണ്. ഒരു ഡേറ്റേനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിലെ ഫസ്റ്റ് വാല്യൂ ആണ് Q1, തേർഡ് വാല്യൂ ആണ് Q3. Q1ഉം Q3 അറിയാമെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇതിൻ്റെ അബ്സല്യൂട്ട് മെഷർ. റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇത് കണ്ടുപിടിക്കുന്നത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും Q1ഉം Q3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുപയോഗിച്ച് Q1ഉം Q3യും കണ്ടുപിടിക്കുക. എന്നിട്ട് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യാനായിട്ട് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ചെയ്താൽ മതി. അപ്പോൾ ഓരോ കേസിലും ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും നമ്മൾ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. അപ്പം ഇതൊരു അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് Q1ഉം Q3യും ആദ്യം കണ്ടുപിടിക്കണം. Q1ന്റെ ഫോർമുല എന്തായിരുന്നു? വാല്യൂ ഓഫ് n+1/4 ടേം. ഇതാണ് Q1. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. നമുക്ക് 11 ടേംസ് ആണുള്ളത്. അപ്പം എന്നിന് 11 എന്ന് കൊടുക്കുക. 11 + 1/4 ടേം ആണ് Q1, which is equal to 12/4 ടേം, which is equal to തേർഡ് ടേം. തേർഡ് ടേം ആണ് നമ്മുടെ Q1. തേർഡ് ടേം ഏതാണ്? 6. 6 ആണ് നമ്മുടെ Q1ന്റെ വാല്യൂ. ഇതുപോലെ തന്നെ Q3യും കണ്ടുപിടിക്കുക. Q3 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് 3 × n+1/4 ടേം, which is equal to 3 × 11 + 1/4, which is equal to 3 × 12/4, which is equal to 3 × 3. അതായത് 9th ടേം ആണ് നമ്മുടെ Q3 എന്ന് പറയുന്നത്. 9th ടേം ഏതാണ്? 9th ടേം എന്ന് പറയുന്നത് 14 ആണ്, which is equal to 14. ഇങ്ങനെ നമ്മൾ Q1ഉം Q3യും കണ്ടുപിടിച്ചു. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് QDയും കണ്ടുപിടിക്കാം. നമുക്ക് Q1ന്റെ വാല്യൂ 6 എന്നും Q3യുടെ വാല്യൂ 14 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി QD കണ്ടുപിടിക്കുക. QDയുടെ ഫോർമുല എന്താണ്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2, which is equal to 14 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2, which is equal to 8/2, which is equal to 4 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ വാല്യൂ. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു ഫോർമുല എന്താണ്? Q3 മൈനസ് Q1 divided by Q3 plus Q1, which is equal to 14 minus 6 divided by 14 plus 6, which is equal to 8/20. 0.4 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അടുത്തതായിട്ട് കേസ് 2 ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ്. നമുക്കിവിടെ ഹൈറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ വാല്യൂ ആയതുകൊണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പം എത്ര വരും? 8, 8 2 10, 10 4 14, 14 6 20, 20 3 23, 23 4 27, 27 7 34, 34 1 35, 39 നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് ടൈം ആയിരിക്കും എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫോർമുല നമുക്ക് നോക്കാം. Q1ന്റെ ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ഓഫ് n+1/4 ടേം ആണ്. n+1/4, എന്നിന്റെ വാല്യൂ 39 plus 1/4, which is equal to 40/4, which is equal to 10 എന്ന് കിട്ടും. അപ്പോൾ 10th ടേം ആണ് നമ്മുടെ Q1 എന്ന് പറയുന്നത്. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 10 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കാം. ഇതാണല്ലേ. ഇതിന് നേരെയുള്ള എക്സിന്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ Q1. അതായത് Q1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 155.
ഇതുപോലെ തന്നെ Q3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Q3 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് 3 ഇൻറ്റു n പ്ലസ് 1/4 ടേം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 39 പ്ലസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 40/4 വിച്ച് ഈസ് ഈക്വൽ ടു 30th ടേം. 30th ടേം ആണ് നമ്മുടെ Q3 എന്ന് പറയുന്നത്. അപ്പോൾ 30 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന CF നോക്കുക, 34 ആണ്. ഇതിന് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ ആണ് നമ്മുടെ Q3 എന്ന് പറയുന്നത്. അപ്പോൾ Q3യുടെ വാല്യൂ നമുക്ക് 165 എന്ന് കിട്ടി. അപ്പോൾ Q1 കിട്ടി, Q3 കിട്ടി. ഇനി നമുക്ക് QD അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ Q1 Q3 കിട്ടി. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യാം. QD ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 165 മൈനസ് 155 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ റിലേറ്റീവ് മെഷർ കൂടെ കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 വിച്ച് ഈസ് ഈക്വൽ ടു 165 മൈനസ് 155 ഡിവൈഡഡ് ബൈ 165 പ്ലസ് 155 വിച്ച് ഈസ് ഈക്വൽ ടു 10/320 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/32 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ വാല്യൂ. അടുത്തതായിട്ട് കേസ് 3 കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? Q1 Q3 കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി CF ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ ആഡ് ചെയ്തെഴുതുന്നു. 4 പ്ലസ് 3 7, 7 പ്ലസ് 5 12, 12 പ്ലസ് 1 13, 13 പ്ലസ് 7 20, 20 പ്ലസ് 4 24. എന്നിൻ്റെ വാല്യൂ നമുക്ക് 24 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി Q1 കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് L1 പ്ലസ് n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു L2 മൈനസ് L1 ആണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ n/4 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 6 ആണ്. ഈ 6 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ക്ലാസ് ആണ് നമ്മൾ Q1 കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 6 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് 7ലാണ്. ഈ ക്ലാസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ലോവർ ലിമിറ്റ് ആണ് L1. അപ്പോൾ Q1 ഈസ് ഈക്വൽ ടു L1ൻ്റെ വാല്യൂ 10 പ്ലസ് n/4 ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 6. CF എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 4 ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റു L2 മൈനസ് L1. L2 20 ആണ്, L1 10 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 which is equal to 10 plus 20 by 3 which is equal to 10 plus 6.6 which is equal to 16.6 എന്ന് നമുക്ക് കിട്ടും. Q1ൻ്റെ വാല്യൂ 16.6. ഇതുപോലെ തന്നെ Q3 കണ്ടുപിടിക്കാം. Q3യുടെ ഫോർമുല എന്ന് പറയുന്നതും L1 പ്ലസ് 3n/4 മൈനസ് CF ബൈ F ഇൻറ്റു L2 മൈനസ് L1 ആണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് ആദ്യം 3n/4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 24/4 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 6 18 എന്ന് നമുക്ക് കിട്ടും. 18 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന CF നോക്കുന്നു 20 ആണ്. അപ്പോൾ ഈ ക്ലാസ് ആണ് നമ്മൾ Q3 കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലോവർ ലിമിറ്റ് L1, അപ്പർ ലിമിറ്റ് L2, ഫ്രീക്വൻസി ആണ് F, തൊട്ട് മുകളിലുള്ളതാണ് CF ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Q3 കണ്ടുപിടിക്കാം. L1ൻ്റെ വാല്യൂ 40 പ്ലസ് 3n/4ൻ്റെ വാല്യൂ 18 മൈനസ് CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റു L2 മൈനസ് L1. ഇവിടെ എത്രയാണ്? 50 മൈനസ് 40 10 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 5/7 ഇൻറ്റു 10 which is equal to 40 plus 50/7 which is equal to 40 plus 7.1 which is equal to 47.1. അപ്പോൾ Q1ൻ്റെ വാല്യൂ 16.6, Q3യുടെ വാല്യൂ 47.1. നമുക്കിനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1
ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 47.1 മൈനസ് 16.6 ഡിവൈഡഡ് ബൈ 2. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30.5 എന്നാണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15.25. ഇനി ഇതിൻ്റെ റിലേറ്റീവ് മെഷർ കൂടെ കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് QD ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ഈസ് ഈക്വൽ ടു 47.1 മൈനസ് 16.6 ഡിവൈഡഡ് ബൈ 47.1 പ്ലസ് 16.6. മൈനസ് ചെയ്യുമ്പോൾ 30.5 ആണ്. താഴെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 63.7 എന്ന് നമുക്ക് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.47 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും.